നെവിൻ കാണിക്കുന്ന തെമ്മാടിത്തനത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഇത്രയും കണ്ടിട്ടും ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് നെവിൻ ഇത്തരത്തിൽ ആളാവുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിമോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് നെവിൻ്റെ ക്രൂരത, ഒരുപാട് നാളായിട്ട് നെവിൻ അനിമോളെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഗെയിം കളിക്കുന്നത്. 24/7 അതായത് 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സമയം വന്നപ്പോൾ ബിഗ് ബോസ് ഉറങ്ങിപ്പോയോ? ഇത്രയും ഫുഡിങ് കഴിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. വെളിയിൽ ഫുഡൊന്നും കിട്ടാതെ കിടന്ന ഒരുത്തുനിന്നാണ് വന്നതെന്ന് തോന്നുന്നു കേട്ടോ പുള്ളിക്ക്. അതുല്യ, ഇന്നൊരു ചെറിയ സംസാരമല്ല, നമ്മളൊരു വലിയ ചർച്ചയിലോട്ടാണ് പോകാൻ പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ച്. അതായത് എല്ലാം കൊണ്ടും സീസൺ 7 വളരെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയത്. ഓക്കെ, ആയിക്കോട്ടെ, എല്ലാം വ്യത്യാസമായിട്ട് തന്നെ തുടങ്ങേണ്ടത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പാർട്ടീഷനായിട്ട് കാണിക്കുന്ന ബിഗ് ബോസിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നെവിൻ കാണിക്കുന്ന തെമ്മാടിത്തനത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്, അല്ലേ? കാരണം ഒരു സ്ത്രീയോട് ഇപ്പം ഗെയിമിൻ്റെ പാർട്ടായിട്ട് ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യാം, ഒരാളിനോട് എന്താണ് എക്സ്ട്രീം ലെവലായിട്ട് ഒരു പരിധിയുണ്ട്. ഇത് ഇത്രയും കണ്ടിട്ടും ബിഗ് ബോസ് ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് നെവിൻ ഇത്തരത്തിൽ ആളാവുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ ഒരു കാര്യം ചെയ്യണം ബിഗ് ബോസ്, നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം അങ്ങ് നിർത്ത്. കാരണം സ്ത്രീകളോട് ഇത്രയും അപമാനകരമായ രീതിയിലാണ് ഒരു പുരുഷൻ, ഇല്ലേ, ഇത്രയും തെമ്മാടിത്തനം കാണിച്ചിട്ട് നിങ്ങൾ വാ തുറന്നൊന്നും സംസാരിക്കുന്നില്ലല്ലോ. ലൈവും എപ്പിസോഡും കണ്ടവർക്കറിയാം അനിമോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് നെവിൻ്റെ ക്രൂരത. ഒരുപാട് നാളായിട്ട് നെവിൻ അനിമോളെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഗെയിം കളിക്കുന്നത്. ഒരുപാട് എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഉള്ളത് എക്സ്ട്രീം ലെവലായി. ഇപ്പോൾ ഒരാള് കിടക്കുന്ന കട്ടിലിൽ പോയിട്ട് വെള്ളം അനിമോൾ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. വീട്ടിലെ തന്തയും തള്ളയും നന്നായിട്ട് വളർത്താത്തതും കുഴപ്പമാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതിനെ ഈ പ്രോഗ്രാം കണ്ട പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പൊ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണ്, ഒരു സ്ത്രീയോട് കാണിക്കുന്നതിൻ്റെ ഏറ്റവും പരമാവധി ചെറ്റത്തനമാണ് അവൻ കാണിക്കുന്നത്. എന്നിട്ട് 24/7 അതായത് 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സമയം വന്നപ്പോൾ ബിഗ് ബോസ് ഉറങ്ങിപ്പോയോ? എന്തുകൊണ്ട് ആ സമയത്ത് വിളിച്ച് നെവിനെ വാൺ ചെയ്തില്ല? ഒരൊറ്റ അക്ഷരം പോലും നെവിൻ്റെ അടുത്ത് തിരിച്ചു പറയുന്നില്ല. ഈ ഒരു പ്രശ്നം വളരെ മോശം. വരുന്ന വീക്കില് ലാലേട്ടൻ ചർച്ച ചെയ്യണമെന്നും അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നെവിനെ പുറത്താക്കാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് തെറ്റായ മാർഗങ്ങളാണ് കാണിക്കുന്നത്. അനിമോളുടെ അടുത്ത് മാത്രമല്ല, ഇന്ന് രാവിലെ ലൈവ് കണ്ടവർക്ക് അറിയാം, ഷാനവാസിന് നമുക്കറിയാം, ഷാനവാസ് ഹാർട്ട് പേഷ്യന്റ് ആണ്. പുള്ളിക്കാരൻ മെഡിസിൻ കഴിക്കുന്നതാണ്. പുള്ളിക്കാരന്റെ നെഞ്ചത്തോട്ട് പാലിന്റെ കവർ എന്തോ ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പോസ്റ്റ് ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. വെച്ച് കാര്യം വ്യക്തമല്ല. ശരിക്കും ഒരു അഗ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ്. കാരണം ഒരു 50 ദിവസമുള്ള പെർഫോമൻസിലൊന്നും നമ്മൾ ഇങ്ങനെ ഒരു നെവിനെ കണ്ടിട്ടില്ല. നല്ല എന്റർടൈനിങ് ആയിട്ട് അറിയില്ല ഏസി ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് കട്ടെടുത്ത് കഴിക്കുക, ചില സമയത്തൊക്കെ പ്രതികരിക്കുക. ആ ഒരു നെവിനെയായിരുന്നു നമ്മൾ കണ്ടത്. എല്ലാവർക്കും നെവിന്റെ എന്റർടൈൻമെന്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഫിനാലയോട് അടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചി മുമ്പെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു നെവിനെയാണ് ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്തോട്ടെ. അത് ഗെയിമിന്റെ പാർട്ടാണ്. നിങ്ങൾ അതൊക്കെ കളിച്ചോ, എല്ലാം നമ്മൾ തമാശയായിട്ടാണ് കാണുന്നത്. ഏറെക്കുറെ നെവിൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ തമാശയായിട്ടാണ്. പക്ഷേ ഇത്രയും ഫുഡിങ് കഴിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. വെളിയിൽ ഫുഡൊന്നും കിട്ടാതെ കിടന്ന ഒരുത്തുനിന്നാണ് വന്നതെന്ന് തോന്നുന്നു കേട്ടോ പുള്ളിക്ക്. സത്യം പറഞ്ഞാൽ പുള്ളി ഫുഡൊന്നും കഴിക്കാതെ ഏതോ ഗതികെട്ടടുത്ത് കിടന്നിട്ട് ഫുഡ് കണ്ടപ്പോൾ പുള്ളിയുടെ ആക്രാന്തമാണ് കാണുന്നത്. എന്നാൽ കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ കൊള്ളുന്നതല്ലേ കഴിക്കുള്ളൂ. എന്തോ ബിഗ് ബോസിൽ വന്നവരെല്ലാം മെലിയേയും അല്ലെ ആരോഗ്യമായിട്ട് നല്ല ഇതാവേ ചെയ്തു. പക്ഷെ നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിൻ ഫുഡ് കഴിച്ച് ഇങ്ങനെ കുടവയറൊക്കെ ആക്കിയിട്ട് ഒരു തടിയനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റുള്ളവരോട് നമ്മളിപ്പോൾ ഒരു പെരുമാറുന്ന രീതി എല്ലാത്തിനും നമ്മളൊരു ബോർഡർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്നേഹമായിരുന്നാലും ദേഷ്യമായിരുന്നാലും അതും ഇങ്ങനത്തെ ഒരു ഷോയിൽ വരുമ്പോൾ, കാരണം കഴിഞ്ഞ ഷോയിലൊക്കെ സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ റോക്കി ഫിസിക്കൽ അസോൾട്ട് ചെയ്ത സമയത്തൊക്കെ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു രീതിയിലല്ലെങ്കിലും ഒരു വ്യക്തിയെ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുക വേണ്ട. അതെന്താണെന്ന് അറിയാമോ? വീട്ടിലെ ശീലമാണ്. വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും നമ്മൾ പുറത്ത്. അതുല്യയെ സംബന്ധിച്ചിടത്തോളം അതുല്യയുടെ വീട്ടിൽ അമ്മയും അച്ഛനും എങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചത് ആ രീതിയായിരിക്കും അതുല്യ മറ്റൊരാളിനോട് പെരുമാറുന്നത്. ഞാനും അതുപോലെയാണ്. ഇപ്പം എനിക്ക് ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കും. പക്ഷെ അത് പുറത്തുള്ളവരോടാകുമ്പോഴത്തേക്കും നമ്മൾ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ കാണിക്കുന്നത് അത് തന്നെയാണ് കാണിക്കുന്നത്. രീതിയിലായിരിക്കില്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. ഇല്ല, ഉറപ്പായിട്ടും. ഇപ്പം നെവിൻ ഈ കാണിക്കുന്നത് ഇപ്പം ഈ ഇറിറ്റേറ്റിംഗ് ആയിരുന്നാലും ട്രിഗർ ചെയ്യുന്നതായിരുന്നാലും അവൻ്റെ ഈ ക്രൂ
കുക്ക്ഡ് ഗെയിം ആയിരുന്നാൽ പോലും അതവരുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭാഗമാണെങ്കിൽ പോലും അതിനെല്ലാം ഒരു പരിധിയുണ്ട്. നല്ല രീതിയിൽ നമുക്ക് എന്തെല്ലാ രീതിയിൽ അതെ, നമ്മൾ തമാശകളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിൽ വേറൊരു കാര്യമുണ്ട് അതുല്യ, ഫസ്റ്റ് തുടക്കമിട്ടത് ആര്യനാണ്. വെറുതെ അനുമോള് കിടന്ന, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഗെയിം എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ആര്യൻ കിടന്ന് ഉറക്കം, പട്ടി കുറച്ച് പട്ടി മരിക്കാറായി ഇല്ലേ, എന്നിട്ടും ആര്യൻ എണീറ്റില്ല. അത് വിഷയമില്ല. ഇന്നലെ അനുമോളിന് മീൻസ് ലേഡീസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വിഷയം കൊണ്ടായിരിക്കും അവൾ ഉറങ്ങിയിട്ടില്ല. ഇത് കണ്ടുകൊണ്ട് കിടക്കുന്ന സാബുമാനുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, ഉറങ്ങിയിട്ടില്ല. വെറുതെ ഇങ്ങനെ കണ്ണടച്ചിട്ട് കണ്ണ് തുറന്ന് ഇങ്ങനെ കിടന്നപ്പോൾ ആണ് ഇവൻ വന്ന് കാലിൽ നുള്ളുവന്നു. ആര്യൻ കാലിൽ നുള്ളിയിട്ട് എണീക്കാൻ പറ്റും. അപ്പോൾ അവളോട് ഞാൻ ഇവിടെ കിടക്കട്ടെ, നിനക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ വെള്ളം കോരി ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് ആര്യൻ ചെന്ന് നെവിനോട് പറയുന്നു. നെവിൻ പറഞ്ഞ് നിനക്ക് പറ്റൂലെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വെള്ളം. ബുദ്ധി എന്ന് പറയുന്നത് ആര്യനാണ് ഈ കുരുക്ക് ഉണ്ടാക്കിയിട്ടത്. എന്നാൽ നെവിൻ ആലോചിക്കേണ്ടത്, നെവിനെ ഒരു നമ്മൾ പണ്ട് പറയും മഹാഭാരതത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് യുദ്ധം കൊണ്ടുപോയത്. അതുപോലെ ഇവൻ കയറി മുന്നേ നിൽക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ അവളെ മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ അവളെ കുപ്പിയിലിരുന്ന വെള്ളം തെളിച്ചു കൊടുത്ത്, എന്നെ ചെയ്താൽ ഞാനും തിരിച്ചു ചെയ്യും. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഒന്ന് രണ്ട് ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അനുമോള് വെള്ളം ഒഴിച്ച്, അനുമോളെ ആദ്യം ഇവൻ ചെന്ന് നമ്മളൊന്ന് തൊടാൻ പോകുമ്പോഴല്ലേ അവൻ നമ്മൾ അടിക്കാൻ വരുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ. അപ്പോൾ അനുമോളെ വെള്ളം ഒഴിച്ചതുകൊണ്ട് അനുമോള് തിരിച്ച് വെള്ളം ഒഴിച്ചു, അതിനെന്താ കുഴപ്പം എന്താ? എന്നിട്ട് ഈ പറയുന്നവന്മാരൊന്ന് ആലോചിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരോടാണ് ഇത്തരത്തിലൊരു പെരുമാറ്റം ഒരുത്തൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതും പറയൂ എൻ്റർടൈൻമെൻ്റ് ആണെന്നുള്ളത്. ആദ്യം അത് ആലോചിച്ച് പറയട്ടെ ഇല്ലേ. ഈ കാണുന്നവരെ നമ്മളും ആൾക്കാരാണ്. ഇപ്പം നമ്മളെ ദേഹത്ത് നുള്ളിയാലേ നമുക്ക് വേദനിക്കുള്ളൂ, മറ്റൊരാളിനെ എന്ത് ചെയ്തോ പോട്ടെ അത് വല്ലവരും അല്ലേ, നമുക്കത് കണ്ട് സന്തോഷിക്കാമെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ് സന്തോഷിക്കുകയും ചിരിക്കുകയും നെവിനെ അനുകൂലിച്ച് കൈയടിക്കുകയും ചെയ്യുന്നവരോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ ഈ ചെയ്തത് ഒരു സ്ത്രീയോട് കാണിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ അപമാനം, വലിയൊരു ക്രൂരതയാണ് കാണിച്ചേക്കുന്നത്. കിടക്കാനുള്ള പായിൽ വെള്ളം എടുത്ത് ഒഴിച്ചേക്കുന്നത്. ഇത് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിങ്ങളുടെ സഹോദരിമാരുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കൈയടിച്ച് ഇത് എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. കളിക്കാൻ വന്നിരിക്കുന്നത് മാന്യമായിട്ട് കളിക്കുക, അതിൽ ആരും ഒന്നും പറയുന്നില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾ തമാശ കാണിച്ചാൽ നമ്മളും ചിരിക്കും. പക്ഷേ ആ കുട്ടി കിടക്കുന്ന ബെഡിൽ വെള്ളം കോരി ഒഴിച്ചു, എന്നിട്ട് അവളെ ഒരിടത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല, മുഖത്ത് ചെന്ന് ഊതുന്നു ഇല്ലേ. അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതോ ഇവനെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന അയാൾ കെട്ടൂരി വിട്ടേക്കാണോ, നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിനക്ക് ഞാൻ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 3 തെമ്മാടികളും കൂടെ അതിനകത്ത് കാണിക്കുന്ന തെമ്മാടിത്തം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ബിഗ് ബോസിനെ വേണം ആദ്യം പറയാൻ. ഇനി ഇത്തവണ ലാലേട്ടനും വന്ന് ഒന്നും സംസാരിക്കാതെയാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ബിഗ് ബോസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. കാരണം വെളിയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ ഇതിനകത്തോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു തരം വൃത്തികെട്ട രീതികൾ കാണിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അനുമോൾ ചെന്ന് ഒരു സോഫയുടെ ബാക്കിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോഴേ ആര്യൻ പറയുന്ന ഒരു സംസാരം അവള് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആര്യൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ചേച്ചി. കാരണം ഒരുപാട് കട്ടിൽ അവിടെ ഉണ്ട്, കട്ടിൽ പോയിട്ട് സോഫയുണ്ട്. വേണ്ട, അവള് പറഞ്ഞല്ലോ ഒരു കാര്യമുണ്ട് അതില്ല, ശരി ഞാൻ യോജിക്കുന്നില്ല. അല്ലല്ല, ഞാൻ ആര്യൻ പറയുന്ന ആര്യൻ കളിക്കുന്നത് സ്ക്രീൻ സ്പേസ് അല്ല. എല്ലാവരും ആ ഷോയ്ക്കകത്ത് നിൽക്കുന്ന എല്ലാവരും അത് തന്നെയാണ്. ആര്യൻ പക്ഷേ എല്ലാവരെയും ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ആര്യൻ കാണിച്ചു ഇന്നലെ ഫുഡ് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവൻ അറിയാം ഇത് പ്രശ്നമായിട്ട് വരുമെന്നുള്ളത്. ഇത് ജയിലിൽ പോവേണ്ട ഇതിൽ വരുമ്പോഴത്തേക്ക് ഇവരെ പറയുമെന്നുള്ളതാണ് ഇവൻ ചെന്ന് പതുക്കെ സോപ്പിട്ട് അതുല്യ മറ്റേ എല്ലാവരും സംസാരിക്കുന്നത്. നടന്നിട്ട് ആ ഒരു സോഫയുടെ മൂലയിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അത് അനുമോളുടെ ഗെയിം തന്നെയാണ്. അതിനകത്ത് കിടക്കുന്ന അവരോടൊന്നും മിണ്ടുന്നില്ല. ഇത്രയും പ്രശ്നമുണ്ടായി ഒരു പെൺകുട്ടിയാണ്. അനുമോളെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഞാൻ ഇതുവരെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് അതിൽ കേട്ടിട്ടുണ്ടോ? അല്ലേ, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം കാര്യങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ, ആദിലയുടെ ആയിക്കോട്ടെ, നൂറ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിക്കാരി പിന്നെ ചില ദിവസം സൈലന്റ് ആണ്. അനീഷൊക്കെ ഒരുപാട് നേരം വന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ. അതിലേക്ക് ഏറ്റവും നല്ലൊരു മനുഷ്യൻ സത്യം അത് അനീഷ് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, അത് ഇത്രയും അല്ലല്ല, അനുമോളെ ഇത്രയും വെള്ളം ഒഴിച്ചു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ 2 സ്ത്രീകളാണ് അപ്പുറത്തുണ്ടായിരുന്നത്, ആദില, നൂറ. ഇവരിൽ ആരെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് അവളടുത്തോട്ട് വന്നിട്ടുണ്ടോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഇവരെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ട്രിഗർ ചെയ്ത് പറഞ്ഞപ്പോ ഇവൾ ഓടിച്ചെന്ന് ഹഗ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലല്ല, അങ്ങനെയല്ല. അനുമോളെ നമ്മൾ നന്മ മരമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അനുമോൾ എല്ലാവരുടെ അടുത്ത് ഓടിയെത്തുന്നുണ്ട്. എല്ലാ ബിഗ് ബോസിൽ വരുന്ന ഏതൊരു കണ്ടസ്റ്റൻസിനെ എടുത്തിരുന്നാൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അവരവരുടെ ഗെയിം, എല്ലാവർക്കും ഗെയിം ഉണ്ട്. പക്ഷെ ഒരാളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഓടിയെത്തുന്ന 2 വ്യക്തികളെ എനിക്കുള്ളത്. ഒന്നുകിൽ സ്ക്രീൻ സ്പേസിലാണ് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അനുമോൾ ഓടി വരുന്നുണ്ട്.
അതിലേ നൂറ് ഇവിടെ ഇരുന്ന് കരയുകയും വിഷയങ്ങൾ വന്നപ്പോഴത്തേക്കും ഓടിയെത്തിയത് അനുമോൾ തന്നെയാണ്. അതായത് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് കൊണ്ട്. അതുപോലെയാണ് അനീഷ്, നല്ലൊരാണാണ്. കാരണം ഒരു സ്ത്രീക്കെതിരെ ഇത്രയും വിഷയങ്ങൾ വന്നപ്പോഴത്തേക്ക് അവൻ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതിലിരിക്കുന്ന ഒരു കിഴങ്ങന്മാരും അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് അപ്പുറത്ത് ഈ സാബുമാൻ എന്ന് പറയുന്നവൻ. ഒരു വാക്ക് വന്ന് പറയുകയോ ഒരു കാര്യം സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിൽ ഒരുത്തരും ഇതൊക്കെ ഇവരുടെയൊക്കെ വീട്ടിൽ ഇവരുടെ ആൾക്കാരോട് കാണിച്ചിരുന്നെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ അനുമോൾ സ്പേസ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അവൾ അത്രയല്ലേ കാണിക്കുന്നുള്ളൂ, വേറെ ഒന്നും കാണിക്കുന്നില്ലല്ലോ. അതിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നത് അത് ഓക്കെ. പക്ഷേ അത് ആരെയും ആ സമയത്ത് പറഞ്ഞതിനോടൊന്നുമില്ല. അവൾ എവിടെ കിടന്ന് ഉറങ്ങട്ടെ, അവൾക്ക് ബെഡ് വേണ്ടാന്ന് തന്നെ പറഞ്ഞത്. കാരണം ആ സമയത്ത് പോലും ഒരൊറ്റ മനുഷ്യരെ ബെഡ് നീക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വന്ന് എന്തിനാണ് നീ ഇത് ചെയ്തത് എന്ന് അവൻ ചോദിക്കുന്നില്ല. അപ്പൊ അത് ചെറ്റത്തനം, കൊള്ളത്തില്ല. അഖിൽ മാരാർ ഒരു ഇതിൽ പറയുന്നുണ്ട്, ലൈവ് അതിൽ കണ്ടായിരുന്നു. അഖിൽ മാരാർ പറയുന്നത്, ഞാൻ അഖിൽ മാരാർ അതിനകത്ത് ചെന്നപ്പോൾ മുതൽ നെവിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഫുഡ് അടിച്ച് മാറ്റി കഴിക്കരുത്. പിന്നെ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. പുള്ളിക്കാരന്റെ ഈ കാണിക്കുന്ന ആക്ട് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രീം ലെവലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് അഖിൽ മാരാർ നേരത്തെ ഇന്നലെ പറയുന്നുണ്ട്. ഇത് ഞാനെങ്ങാനും ഉണ്ടായിരുന്ന ഷോ ആണെങ്കിൽ സത്യം, അത് സത്യമാണ്. നെവിനെ കരണം അടിച്ചു പൊട്ടിച്ചനെന്ന് പറയുന്നുണ്ട്. അത് സത്യം, പലരും പറയുന്നുണ്ട് ഇപ്പോൾ. അത് ഇല്ലേ, സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നുണ്ട് ഞങ്ങളായിരുന്നെങ്കിലെന്ന്. അതെ, തീർച്ചയായിട്ടും ഒരു അഭിപ്രായം വളരെ മോശം, വളരെ മോശം. നെവിൻ എന്ന് പറയുന്ന ഒരു നമ്മൾ വിചാരിച്ച കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിത്തമുള്ള ഒരു ഇതാണ്. ആദ്യം തുടങ്ങിയ സമയത്ത് അത്തരത്തിലുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷേ ഇത് ഇപ്പൊ കാണിച്ചത് എക്സ്ട്രീം എന്നല്ല, അതിലും പുറത്താണ്. അവൻ അവിടെ നിന്ന് എന്തും കാണിക്കാമെന്നുള്ളൊരു ചിന്ത, ആ ചിന്ത അങ്ങ് മാറ്റി കൊടുക്കണം. മാത്രമല്ല ആണിനോട് അടിവെക്കും നിങ്ങൾ, ഇല്ലേ, ആണും തമ്മിൽ അടിവെക്കുക. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ചേർച്ചയില്ലാത്ത ചേച്ചി, ഷോയിൽ എല്ലാവരും കണ്ടസ്റ്റൻസ് തന്നെയാണല്ലോ. ഇപ്പം ബോയ് എന്നില്ല, ഗേൾ എന്നില്ല. ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് ഗോള് എന്റർടൈൻമെന്റ് പോലെ തന്നെ സർവൈവൽ ആണ്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇപ്പൊ ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു ഷോയിൽ വരരുത് ചേച്ചി. ഇതിപ്പോ നമ്മൾ അറിഞ്ഞിട്ടാണോ അതിനകത്ത് ചെല്ലുന്നത്? ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു ഷോയിൽ പോകുമ്പോ ഇത്രയും ഒരു 6 സീസൺ കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതുപോലെ ട്രിഗർ ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം വരെ ട്രിഗർ ഉണ്ടായിരുന്നു. നെവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയുന്നല്ലേ ചേച്ചി. പക്ഷെ ഇതുപോലത്തെ ഉള്ള ട്രിഗറിങ്ങും എല്ലാം എക്സ്ട്രീം ലെവലിലോട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, അനുമോള് എല്ലാത്തിനും എതിർപ്പ് പറയുന്നില്ല. ഈ പറയുന്ന നമ്മൾ പ്രേക്ഷകരും നമ്മൾ പറയുന്നില്ല ട്രിഗർ ചെയ്തോ, അത് തന്നെയാണ് ഗെയിം. പക്ഷേ ഒരു ബൗണ്ടറി ഉണ്ട് എല്ലാത്തിനും, എന്ത് കാര്യത്തിനും ഉണ്ട്. അതിപ്പോൾ ബിഗ് ബോസിൽ അതില്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ വന്നത്, അങ്ങനെ ഒരു ഇതല്ല. എന്തിനും ഒരു എക്സ്ട്രീം ഉണ്ട്. ബിഗ് ബോസിനാണെന്നുണ്ടെങ്കിലും എക്സ്ട്രീം ഉണ്ട്. അവിടെ എന്ത് വിളിച്ച് പറയാമെന്നാണോ, തോന്നിയ ദിവസം വിളിച്ച് പറയണോ? ഇല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ പരിധിയുണ്ട്. അതുപോലെ കളിക്കാൻ വരുന്ന കണ്ടസ്റ്റൻറ്റിനോട്, അതായത് ഒരാണാണെങ്കിൽ പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കയറി പിടിക്കാൻ പറ്റുമോ? ആ കുഴപ്പമില്ല, ഇത് നമ്മളെല്ലാം ഒരേപോലെയാണെന്ന് പറഞ്ഞിട്ട് ഗെയിമാണെന്ന് അത് പറയാൻ പറ്റില്ല. അപ്പോൾ പെണ്ണിന് വ്യത്യാസമുണ്ട് കുറച്ച് കാര്യങ്ങളിലൊക്കെ. അങ്ങനെ ഗെയിം കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ഒരുമിച്ച് നിന്ന് കളിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അതെല്ലാം അതിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ കാണിച്ചത് ചെറ്റത്തനം, തെമ്മാടിത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇങ്ങനെയൊന്നും അല്ല കാണിക്കേണ്ടത്. നിങ്ങൾ കളിച്ചോ, കളിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള കളി എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് നല്ലത് തന്നെയാണ്, ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇത്രയും കണ്ടിട്ടും ഇത്രയും കേട്ടിട്ട് ഇത്രയും പ്രവൃത്തി കണ്ടിട്ടും ബിഗ് ബോസ് ഒന്നും മിണ്ടാത്തതിനോട് വളരെ 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 പ്രതിഷേധമാണ് എനിക്കുള്ളത്. എനിക്കെന്ന് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഒരുപാട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അത് ബിഗ് ബോസ് കണ്ട് അതിനൊരു തീരുമാനം, നല്ലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ വളരെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും. ബൈ.